ജീവിതത്തോട് സ്നേഹമില്ലാണ്ടായി പോകുമ്പോൾ, ജീവിതം നിറയെ കയ്പ് രസമാണ് എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ, വെറുതെ മധുരം നിറഞ്ഞ ഓർമ്മകളെ ഒന്ന് നുണഞ്ഞു നോക്കണം. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ, അവരുമായി ഒന്നിച്ചു പങ്കിട്ട കാലത്തെ, അവർ വാങ്ങിത്തന്ന ആഹാരത്തെ, അവരോടൊത്തുള്ള സ്നേഹത്തെ ഒക്കെ ഓർക്കണം. ആളുകളെ സഹായിക്കുന്നത് ഒക്കെ നല്ലതു തന്നെ. പക്ഷേ സഹായം ചോദിച്ചു വരുന്നവരെ മാത്രമേ സഹായിക്കാവൂ. അല്ലെങ്കിൽ സഹായമാണ് എന്ന് കരുതി ചെയ്യുന്നത് ഉപദ്രവമായി മാറിയേക്കാം. വിശ്വസ്തനായ ഒരു സുഹൃത്തിന് 1000 ബന്ധുക്കളെക്കാളും വിലയുണ്ട്. സാഹചര്യത്തിനൊത്ത് നിറം മാറുന്നത് ഈ ലോകമല്ല, മനുഷ്യരാണ്. അവർക്കിടയിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ട, അവർക്കത് മനസ്സിലാകും. നമ്മെ മനസ്സിലാകാത്തവരോടും അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല, അവർക്കത് മനസ്സിലാകില്ല. സ്ത്രീയെ മനസ്സിലാക്കരുത്, സ്നേഹിക്കുക. പുരുഷനെ സ്നേഹിക്കരുത്, മനസ്സിലാക്കുക. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ഇത് ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ വേഗത്തിൽ ഒരു പുരുഷനും കഴിയില്ല. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. അതാണ് അവർ പരസ്പരം അസൂയപ്പെടുന്നത്. ഇതൊരു മനഃശാസ്ത്ര സത്യമാണ്. പുരുഷന് നല്ലതുപോലെ മനസ്സിലാക്കാൻ വേഗത്തിൽ കഴിയും. മനസ്സിലാക്കാതെ സ്നേഹിച്ചാൽ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ വളരെയധികം സമയമെടുക്കും. അതുകൊണ്ടാണ് മനസ്സിലാക്കാതെ സ്നേഹിക്കരുത് എന്ന് പറയുന്നത്. ചിന്തകളുടെ ആഴം കൂടുന്തോറും ഉറങ്ങാനുള്ള സമയം കുറയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിതം എന്താണെന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും ആ ജീവിതം നമ്മെ വിട്ട് കുറേ ദൂരേക്ക് പോയിട്ടുണ്ടാകും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പിടിച്ചുവെക്കാൻ നോക്കിയിട്ടും കൈവിട്ടു പോയ കുറച്ച് ആളുകൾ ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യം ഒരുപാട് ചിരിക്കാനും പിന്നീട് ഒരിക്കൽ കരയാനും പറ്റുന്ന ഒന്നാണ് ഓർമ്മകൾ. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാത്ത തരത്തിൽ പുനർജനിക്കുക. നിങ്ങൾക്കതിന് സാധിക്കും. ഒരിക്കൽ തുഴഞ്ഞ തോണി മറിഞ്ഞാൽ വീണ്ടും അത് മറിയാതെ തുഴയാൻ നിങ്ങൾ പഠിച്ചിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ചേർത്തു പിടിക്കുമ്പോഴും കണ്ണിൽ നനവ് പടരുന്നുണ്ടെങ്കിൽ അതിൽ സ്നേഹമുണ്ടായിരുന്നു. ചുറ്റുമുള്ളവർ എല്ലാവരും കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട് മുകളിലെന്ന് ആലോചിക്കുക. നിങ്ങൾ പാലിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ വാക്കുകൾ കൈമാറാതിരിക്കുക. കാരണം ചിലരുടെയൊക്കെ ജീവിതവും അതുപോലെ തന്നെ ജീവനും നിങ്ങൾ കൊടുത്ത ആ വാക്കിൽ കുരുങ്ങിക്കിടപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റാത്ത വാക്കുകളാണെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക. അതാണ് നല്ലത്. നമ്മുടെയൊക്കെ മനസ്സിലെ സ്നേഹത്തിന് ഒരു വലിയ കുഴപ്പമുണ്ട്. അതിനെ ഒട്ടും അർഹിക്കാത്ത ഒരിടത്താവും നമ്മൾ അതേറ്റവും കൂടുതൽ പകർന്നു കൊടുത്തിട്ടുണ്ടാവുക. അത് തിരിച്ചറിയുമ്പോഴേക്കും സ്നേഹമാകെ വറ്റി വരണ്ട് സ്നേഹത്താൽ മുറിപ്പെട്ട് സ്നേഹിക്കാൻ വളരെയധികം ഭയപ്പെടുന്നവരായി മാറും നമ്മൾ. അതാണ് പ്രശ്നം. ഒരു പുരുഷൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് തീരാ നഷ്ടമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മുടെ ജീവിതം മറ്റാരുടേതോ പോലെ ആയിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പലരും. അതിൽ അർത്ഥമില്ല. പുഴയിലൂടെ താറാവ് നീങ്ങുന്നത് കണ്ടിട്ടില്ലേ? പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും, ആഹാ എന്ത് ഭംഗിയാണ് അവയുടെ വരവ് കാണാൻ. എന്നാൽ വെള്ളത്തിനടിയിലൂടെ നോക്കിയാൽ കാണാം അവർ കിടന്നടിക്കുന്നത്. നമ്മൾ അതിൻ്റെ വെപ്രാളം കാണുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള 90% പേരുടെയും ജീവിതം ഏതാണ്ട് ഈ അവസ്ഥയിലാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പി. പക്ഷേ എല്ലാവർക്കുമുണ്ട് അവരവരുടേതായ പ്രശ്നങ്ങൾ. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ അതിൽ സത്യമുണ്ട്, അതിൽ സൗന്ദര്യമുണ്ട്, അതിൽ സന്തോഷമുണ്ട്, അതിൽ സമാധാനമുണ്ട്. തുടക്കം എല്ലാം മനോഹരമായിരിക്കും. പിന്നീട് അവർക്കത് മടുത്തു തുടങ്ങും. എന്നിലെ ആത്മാർത്ഥതയെ ഞാൻ എന്നേക്കുമായി ഒഴിവാക്കുന്നു. എന്താണെന്നറിയില്ല, അതിന് കുറച്ചധികം ഭാരം കൂടുതലാണ്. ആത്മാർത്ഥമായ സ്നേഹം ഒരാളോട് മാത്രമേ തോന്നൂ. അത് ഇന്നും ഒരു നീറലായി എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉണ്ടാകും എന്നതാണ്.
അതുപോലെ തന്നെ ആരെയും നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ആരെയും നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കുക. സഹായിക്കുന്നില്ലെങ്കിൽ പോലും ഉപദ്രവിക്കാതിരിക്കുന്നതാണ് നല്ലത് ജീവിതത്തിൽ എപ്പോഴും. നമ്മുടെ കൊച്ചു പൊട്ടക്കിണറ്റിൽ ജീവിച്ചുകൊണ്ട്, നമ്മുടെ അയൽക്കാരനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട്, നമ്മുടെ ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്തകളുമായി ചുരുങ്ങിയ ഒരു സ്വപ്നത്തിലേക്ക് ജീവിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യനെ വെറുക്കാൻ പഠിക്കുന്നതിന് പകരം ലോകത്തിലേക്ക് ഇറങ്ങുക. ലോകത്തിൻ്റെ ഈ വിശാലത കാണുക. നല്ല മുഹൂർത്തങ്ങളിൽ പങ്കാളികളാകുക. നമ്മളുടെ മനസ്സിൻ്റെ താളം മാറും, ചിന്തകളും മാറും. പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാകുന്ന നല്ല വ്യക്തികളായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല. ചിലപ്പോൾ ഒരു ദിവസം പണമാണ് വലുത് എന്ന് തോന്നും. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. സമാധാനമാണ് വലുത് എന്ന് കാലം തന്നെ തെളിയിക്കുന്നതാണ്. ഈ ലോകത്ത് പ്രണയിച്ചു തോറ്റുപോയവരായിരിക്കും കൂടുതൽ. കാരണം അത്രമേൽ ഭ്രാന്തമായി പ്രണയിച്ച ഒരാൾക്ക് വേണ്ടി മാത്രം. അതുപോലെ തന്നെ ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. ഒരിക്കൽ കണ്ടുമുട്ടുന്നവർ പിന്നെ തമ്മിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയില്ല. ആ ഒരു മനുഷ്യൻ കീശയിൽ കുറേ പണമുണ്ട്. എന്നിട്ടും ആ മനുഷ്യൻ ഒരിക്കൽ പോലും തൻ്റെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ മേടിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. കാരണം ആ മനുഷ്യൻ ഒരിക്കലും ഒരു പിശുക്കനല്ല. അത് നമ്മുടെ അച്ഛനാണ്. അതുകൊണ്ടാണ് അങ്ങനെ. മനുഷ്യനെ അല്ല വഞ്ചിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങളെയാണ് വഞ്ചിക്കുന്നത്. നാം മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതിരിക്കുമ്പോഴാണ് നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെ അതൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അകലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. സ്വയം തിരിച്ചറിവിനോളം വരില്ല മറ്റൊന്നും. അതാണ് ഏറ്റവും ആവശ്യമായ ഘടകം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ സ്വയം തീരുമാനമെടുക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാതിരിക്കുക. നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും അവരാരും കൂടെ ഉണ്ടാവണമെന്നില്ല. ആരോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അവരെ ആകും നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. ഇറങ്ങിപ്പോരാനുള്ള വഴി കണ്ടുപിടിക്കാതെ നിങ്ങൾ ഒരിക്കലും ഒരാളിലേക്കും ഭ്രാന്തമായി നടന്നേക്കരുത്. അത് മനസ്സിലാക്കുക. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ ഫോണിൽ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വരുന്ന ആൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്ന സത്യം മനസ്സിലാക്കണം. നമ്മുടെ കൂടെ ഉണ്ടാവുന്നവരെല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടുപോകും. അപ്പോഴും നമ്മൾ തനിച്ചാണ്. മിണ്ടാതിരുന്നാൽ മാത്രമല്ല, എപ്പോഴും മിണ്ടുന്ന പോലെ മിണ്ടിയില്ലെങ്കിലും വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. നമ്മൾ ആരും മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതാകരുത് നമ്മുടെ ജീവിതം. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാത്ത തരത്തിൽ നിങ്ങൾ പുനർജനിക്കുക. നിങ്ങൾക്കതിന് സാധിക്കുന്നതാണ്. ഒരിക്കൽ തുഴഞ്ഞ തോണി മറിഞ്ഞാൽ വീണ്ടും അത് മറിയാതെ തുഴയാൻ നിങ്ങൾ പഠിച്ചിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചില ഒറ്റക്കുള്ള യാത്രകൾ നല്ലതാണ്. ചിലരെ മനസ്സിലാക്കാനും ചിലരെ നമ്മുടെ കൂടെ ഇല്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനും. അടുത്താൽ അകലേണ്ടി വരും അകൽച്ചയാണ് ദുഃഖവും. നമ്മൾ ഉറങ്ങുമ്പോൾ ഉണരുമോ എന്ന് പോലും അറിയില്ല. എന്നിട്ട് നമ്മൾ എന്തിനാ ഉണർന്നിരിക്കുമ്പോൾ അഹങ്കരിച്ചു നടക്കുന്നത്? ആരും തന്നെ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല. മറിച്ച് മനുഷ്യത്വം ഉള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ഏതൊരു മനുഷ്യനും തിരക്കിലാവുക എന്നത് സ്വാഭാവികമാണ്. ആ തിരക്കിനിടയിലും തിരക്കി വരുന്ന ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നത് എത്രയോ മനോഹരമായ കാര്യമാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.